നമസ്കാരം. സ്വന്തം പാർട്ടിക്കാർ കാലുവാരിയെങ്കിലും തന്നെ ജയിപ്പിച്ചത് കോൺഗ്രസുകാരാണെന്നുള്ള മുൻ ആറന്മുള എംഎൽഎയും മെഴുവേലി പഞ്ചായത്ത് 8-ാം വാർഡിലെ ഇടതു സ്ഥാനാർത്ഥിയുമായ കെ.സി. രാജഗോപാലിന്റെ വെളിപ്പെടുത്തലിനെതിരെ മെഴുവേലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. ഈ വിജയം ആരുടെയും ഔദാര്യമല്ലെന്നും ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും സ്ഥാനാർത്ഥി നിർണയത്തിലൂടെയും പൊരുതി നേടിയതാണെന്ന് മണ്ഡലം പ്രസിഡന്റ് സജി വട്ടമോടിയിൽ പറഞ്ഞു. കെ.സി.ആറിന്റേത് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ കഴിയാത്തതിലുള്ള ജാള്യമാണ്. കഴിഞ്ഞ 5 വർഷം പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് ഇവിടെ നടന്നത്. കോൺഗ്രസിന്റെ ഒരു വോട്ടും ചോർന്നു പോയിട്ടില്ലെന്ന് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു. ഒറ്റ കോൺഗ്രസുകാരനും CPM-ന് വോട്ട് ചെയ്തിട്ടില്ലെന്നും മറിച്ചാണെങ്കിൽ തെളിയിക്കാനും സജി വെല്ലുവിളിക്കുകയും ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന് കിട്ടിയ ഈ ജനമുന്നേറ്റത്തിൽ ഭാഗമായിട്ട് CPM-ലുണ്ടായ പൊട്ടിത്തെറിയിൽ കോൺഗ്രസിനെ അതിനെ വലിച്ചിഴയ്ക്കുന്ന രീതിയിൽ ഇന്നലെ മുൻ MLA സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം, മെഴുവേലി പഞ്ചായത്തിൽ കഴിഞ്ഞ 20 വർഷമായി CPM-ന്റെ ഭരണത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് കോൺഗ്രസ് 9 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത്. ഇത് ഒരു പാർട്ടിയുടെ ഔദാര്യമല്ല, കോൺഗ്രസ് പ്രവർത്തകർ പൊരുതി നേടിയ ഒരു വിജയം തന്നെയാണിത്. 2010 മുതൽ കോൺഗ്രസിന് എല്ലാ പ്രാവശ്യവും 1 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഭരണം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. 2020-25 വർഷം കോൺഗ്രസിനും CPM-നും 6 സീറ്റിൻ്റെ തുല്യതയായിരുന്നു. 1 സീറ്റ് CPI-യുടെ പിൻബലത്തിലാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ ഇടതുപക്ഷം ഭരണം നടത്തി വന്നത്. ഇപ്പോൾ ഈ ദിവ്യരായിട്ട് നടക്കുന്ന മുൻ MLA പഞ്ചായത്തിലൊരു സ്റ്റാഫിനെ കാലുവെട്ടും ഗുണ്ടാ പ്രവർത്തനത്തിൽ CPM നേതൃത്വം കൊടുക്കുകയും ഇതൊക്കെ ജനം കണ്ട് പൊറുതിമുട്ടിയാണ്. ഇതിനെതിരെയാണ് മെഴുവേലിയിലെ ജനങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് നടത്തിയത്. വോട്ട് ചെയ്ത് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ട് അത് കോൺഗ്രസിൻ്റെ ചിട്ടയായ പ്രവർത്തനമായിരുന്നു. യുവാക്കളെ ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കി, പുതുമുഖങ്ങൾക്ക് ഞങ്ങൾ അവസരങ്ങൾ നൽകി, കള്ളയോട്ട് തടയുന്നതിന് വേണ്ടി ഞങ്ങൾ വെബ് ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഗവൺമെൻറ്റിൻ്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടി ഞങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു. പിന്നെ CPM-ൻ്റെ ഒക്കെ ഭീഷണിയെ ഞങ്ങൾ നെഞ്ചു വിരിച്ച് നേരിട്ടു. അല്ലാതെ ഇത് ആരുടെ ഔദാര്യം കൊണ്ട് നേടിയെടുത്ത വിജയമല്ല. ഈ വിജയം ജനങ്ങൾ നൽകിയ, കോൺഗ്രസിന് നൽകിയ വിജയമാണെന്ന് മുൻ MLA മനസ്സിലാക്കണം. 1995-ലും 2000-ലും ഭരണത്തിൽ വന്ന മുന്നണികളിൽ ഭരണത്തിൽ വന്ന ഇടതുപക്ഷ പഞ്ചായത്ത് സമിതിയിൽ ഒരു പക്ഷെങ്കിൽ അതിനകത്ത് പ്രസിഡൻ്റാകാൻ പറ്റാഞ്ഞതിനുള്ള ജാള്യതയായിരിക്കും ഇപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആക്ഷേപ്യനാകാൻ കാരണം. പിന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്ന പിൻസീറ്റ് ഡ്രൈവിങ്, ഇതൊക്കെ ജനങ്ങൾ കണ്ടുമടുത്തു. നിലവിലുള്ള പ്രസിഡന്റിനെ, കഴിഞ്ഞ 5 വർഷമായിട്ട് നിലവിലുള്ള പ്രസിഡന്റിനെ ഇവിടെ ആരെങ്കിലും കണ്ടിരുന്നോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രംഗത്ത്? സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ മുൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രംഗം നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഇന്ന് സംഭവിച്ചില്ല. CPM 13 സീറ്റുകൾ നേടുമെന്ന് മുൻ MLA ഇവിടെ അവകാശവാദം ഉന്നയിച്ചു. ആ അവകാശവാദത്തിൻ്റെയൊക്കെ മുനയൊടിച്ചുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ ഈ ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും മെഴുവേലിയിൽ അധികാരം നൽകിയത്. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ CPM-നെ സഹായിച്ചതായിട്ട് വ്യക്തമാക്കുകയാണെങ്കിൽ, അതിന് വ്യക്തമായ തെളിവുകൾ നൽകിയാൽ കോൺഗ്രസ് അവർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കും. ഞങ്ങളുടെ ഒരു വോട്ട് പോലും ഒരു കോൺഗ്രസ് പാർട്ടിക്കല്ലാതെ ഒരു ആൾക്ക് പോലും ചോർന്നു പോയിട്ടില്ല എന്നുള്ളൊരു ഉത്തമ വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാ വാർഡുകളിലും കിട്ടിയേക്കുന്ന ഈ ജനപിന്തുണ.